മലയാളത്തിൽ വന്ന് തകർത്ത അന്യഭാഷാ നടി മീനയോ നഗ്മയോ ഖുശ്ബുവോ ഒന്നുമല്ല, അത് രംഭയാണെന്നാണ് 90കളിലെ സിനിമാ പ്രേമികളോട് ചോദിച്ചാൽ പറയുക. 15-ാം വയസ്സിൽ മലയാളത്തിൽ സർഗം ചെയ്തുകൊണ്ടാണ് രംഗ അഭിനയത്തിൽ അരങ്ങേറ്റം നടത്തിയത്. സർഗം ഹിറ്റായതോടെ തുടർന്ന് തെലുങ്ക്, തമിഴ്, ഹിന്ദി, കന്നഡ, ബംഗാളി ഭാഷകളിലേക്ക് അവസരങ്ങൾ വന്നു. മമ്മൂട്ടിക്കൊപ്പം രംഭ ചെയ്ത ക്രോണിക് ബാച്ചിലർ ഇപ്പോഴും റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമയാണ്. മയിലാട്ടം, കൊച്ചി രാജാവ്, പായംപുലി, കബഡി കബഡി എന്നിവയാണ് രംഭ അഭിനയിച്ച് ഹിറ്റായ മറ്റു മലയാള സിനിമകൾ. മുഴുവൻ സിനിമാ വ്യവസായവും രംഭയ്ക്ക് പുറകെ ആയിരുന്ന സമയത്ത് പോലും അഹങ്കരിക്കാത്ത അഭിനേത്രി കൂടിയാണ് താരം. അഴകിയ ലൈലയിലൂടെ രംഭ ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഓളമെന്നും പിന്നീട് ആരും ഉണ്ടാക്കിയിട്ടില്ല. വിവാഹത്തോടെ അഭിനയത്തിൽ നിന്നും വിട്ടുനിന്ന രംഭ കുടുംബവും കുട്ടികളുമെല്ലാമായി തിരക്കിലാണ്. ഇത്രയും കാലം താരം കാനഡയിലായിരുന്നു താമസം. ഇപ്പോൾ ഭർത്താവിന്റെ ബിസിനസ് ആവശ്യങ്ങൾക്കായി നടി ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, തന്റെ പുത്തൻ വിശേഷങ്ങളും പഴയ സിനിമാ ഓർമ്മകളും അഭിമുഖങ്ങളിലൂടെ മാധ്യമങ്ങളോട് പങ്കുവെക്കുകയും ചെയ്യുകയാണ് നടി. അത്തരത്തിൽ തന്റെ വിവാഹത്തെക്കുറിച്ചും ഭർത്താവിനെക്കുറിച്ചും രംഭ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വൈറലാകുന്നത്. തന്റെ ഭർത്താവ് തന്റെ ഭാഗ്യമാണെന്നാണ് രംഭ പറയുന്നത്. തന്റെ വിവാഹം നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നുവെന്നും രംഭ പറയുന്നു. മൂന്നാമത്തെ കുഞ്ഞ് ഇപ്പോൾ സ്കൂളിൽ പോകാനൊക്കെ തുടങ്ങി. അതുകൊണ്ട് കുറച്ച് ഫ്രീ ആയി. അല്ലെങ്കിൽ വീട്ടുകാര്യങ്ങളിലും മക്കളുടെ കാര്യങ്ങളിലും തിരക്കിലായിരുന്നു. ഞങ്ങളുടെ കല്യാണം ശരിക്കും സ്വർഗത്തിൽ തീരുമാനിക്കപ്പെട്ടതാണ്. ഞാൻ ചെയ്ത ഏത് പുണ്യത്തിന്റെ ഫലമാണെന്ന് അറിയില്ല. എനിക്ക് ഇത്രയും നല്ല ഭർത്താവിനെ കിട്ടി. ആഗ്രഹിച്ചതുപോലെ തന്നെയാണ് ആൾ. ഇദ്ദേഹത്തെ മാനേജ് ചെയ്യാൻ ഇത്തിരി പാടാണ്. എന്നാലും എന്റെ ഭാഗ്യമാണ്. നിങ്ങൾ കരുതുന്നത് പോലെയല്ല. സാധാരണ ഒരു പെൺകുട്ടിക്ക് വിവാഹം നടക്കുന്നതിലും എത്രയോ പ്രയാസമാണ് സിനിമാ ഇൻഡസ്ട്രിയിലുള്ള ഒരു പെൺകുട്ടിക്ക് വിവാഹം നടക്കുന്നത്. സിനിമാ നടിയാണ്, ബോൾഡാണ്, ഡൊമിനേറ്റ് ചെയ്യുമെന്നൊക്കെ കരുതി പലരും വരില്ല. എനിക്കൊരു കല്യാണം നടക്കുമെന്ന് പോലും കരുതിയിരുന്നില്ല. പക്ഷേ കല്യാണം കഴിക്കാനും സെറ്റിൽഡ് ആവാനും ഒക്കെ എനിക്ക് ആഗ്രഹമായിരുന്നു. 1998 കാലഘട്ടം മുതൽ എന്റെ വിവാഹക്കാര്യം വീട്ടിൽ വലിയ ചർച്ചയായി തുടങ്ങിയിരുന്നു. എനിക്കൊരു വരൻ വരുമോ, കല്യാണം കഴിയുമോ എന്ന കാര്യത്തിൽ വീട്ടുകാർക്കായിരുന്നു ഏറ്റവും വലിയ ആദി. എന്റെ കല്യാണം നടക്കാൻ വേണ്ടി അമ്മ വ്രതമെടുക്കാനൊക്കെ ഒരുങ്ങി. അതിനിടയിലാണ് ഒരിക്കൽ ചിക്കാഗോയിൽ ഒരു പരിപാടിക്ക് വേണ്ടി പോയത്. ഒരു വാലന്റൈൻസ് ഡേ പരിപാടിയായിരുന്നു. അവിടെ വെച്ച് ഒരു ഗ്രീറ്റിംഗ് കാർഡ് എന്നെ വല്ലാതെ ആകർഷിച്ചു. എന്താഗ്രഹിച്ചാലും അത് കിട്ടാൻ വേണ്ടി ഞാൻ 100% പരിശ്രമിക്കും. പക്ഷേ ആ കാർഡ് വാങ്ങണമെങ്കിൽ എന്റെ കയ്യിൽ കാശില്ല. അച്ഛനും അമ്മയുമാണ് കാശെല്ലാം കൈകാര്യം ചെയ്യുന്നത്. എനിക്കൊപ്പം ബോഡി ഗാർഡിനെ പോലെ എപ്പോഴും അവരും ഉണ്ടാകും. എന്റെ അസിസ്റ്റന്റിനോട് കള്ളം പറഞ്ഞ് അമ്മയുടെ അടുത്തു നിന്നും കാശ് വാങ്ങിപ്പിച്ച് കഷ്ടപ്പെട്ട് ഞാൻ ആ കാർഡ് വാങ്ങി. 1998 കാർഡ് വാങ്ങിയത്. അന്നു മുതൽ പിന്നീടുള്ള എല്ലാ വാലന്റൈൻസ് ഡേക്കും വരാൻ പോകുന്ന എന്റെ ഭർത്താവിനായുള്ള സന്ദേശം അതിൽ എഴുതുമായിരുന്നു. 12 വർഷം കാത്തിരുന്നതിന് ശേഷമാണ് ഇന്ദ്രൻ ജീവിതത്തിലേക്ക് വന്നത്. ആ കാർഡിന്റെ അവസാനത്തെ വരി എത്തുമ്പോഴേക്കും ഇന്ദ്രൻ ജീവിതത്തിലേക്ക് വന്നു. കാനഡയിൽ സെറ്റിൽഡായ ശ്രീലങ്കൻ തമിഴ് ബിസിനസ്മാനാണ് ഇന്ദ്രകുമാർ. ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയാണ് ആദ്യമായി ഇന്ദ്രകുമാർ ഇന്ത്യയിലെത്തിയത്. വിളിപ്പിച്ചത് എന്റെ അച്ഛനായിരുന്നു. അങ്ങനെ വീട്ടിൽ വെച്ചാണ് ആദ്യമായി പരസ്പരം കാണുന്നത്. പിന്നീട് പല അവസരങ്ങളിലും പരസ്പരം കാണാനിടയായി. മുത്തൂറ്റുമായുള്ള ബിസിനസ് ആവശ്യത്തിന് വേണ്ടി കേരളത്തിലെത്തിയപ്പോൾ അവിടെ വെച്ചും ഇന്ദ്രൻ എന്നെ കണ്ടു. മമ്മൂട്ടി സാറിനൊപ്പം സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. പല അവസരങ്ങളിലും കാണുമായിരുന്നെങ്കിലും അടുത്തേക്ക് പോകാനോ സംസാരിക്കാനോ ഉള്ള അവസരം ഉണ്ടായിരുന്നില്ല. മുന്നിൽ അച്ഛൻ, പിന്നിൽ അമ്മ, സൈഡിൽ ചേട്ടൻ, കൂടെ അസിസ്റ്റന്റ്, അങ്ങനെ ഫുൾ സെക്യൂരിറ്റിയിലായിരിക്കും എപ്പോഴും ഞാൻ. ഒരു ഫോൺ പോലും എനിക്ക് ഉണ്ടായിരുന്നില്ലെന്നും രംഭ പറയുന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ ഇന്ദ്രകുമാറിനെ ഇഷ്ടപ്പെട്ടുവെങ്കിലും ഇദ്ദേഹമായിരിക്കും ഇനി എന്റെ ജീവിതമെന്ന് കരുതിയിരുന്നില്ല. പിന്നീട് ഒരു ടെലിവിഷൻ ഷോയിൽ ഞാൻ വിവാഹത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഇന്ദ്രകുമാറിനും വല്ലാത്ത ബഹുമാനവും ഇഷ്ടവും തോന്നി. അങ്ങനെയാണ് ആഗ്രഹം വീട്ടുകാരോട് പറയുന്നത്. ആ സമയം തന്നെ ഇന്ദ്രകുമാറിനെ രംഭയ്ക്ക് വേണ്ടി ആലോചിക്കുന്നതിനെ കുറിച്ച് എന്റെ വീട്ടിലും സംസാരമുണ്ടായി. ഏറെക്കുറെ വിവാഹം നടക്കുമെന്നായപ്പോൾ ഇന്ദ്രനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹം തോന്നി. പക്ഷേ കണ്ട് സംസാരിക്കാനോ വിളിക്കുവാനോ അവസരമില്ല. സഹോദരന്റെ ഫോണിൽ നമ്പർ ഉണ്ടെന്നറിയാം. ഒരു ദിവസം പുലർച്ചെ 3 മണിക്ക് എഴുന്നേറ്റ് ചേട്ടന്റെ ഫോൺ എടുത്ത് ഇന്ദ്രനെ വിളിച്ചു. 3 മണിക്കൂർ നേരം വന്ന് ഇന്ദ്രനോട് സംസാരിച്ചു. എനിക്ക് എന്തൊക്കെ ഇന്ദ്രനെ കുറിച്ച് അറിയണമോ അതെല്ലാം ചോദിച്ചു. എല്ലാം പെർഫെക്റ്റ് ഓക്കെ ആയിരുന്നു. അന്ന് ഇന്ദ്രന് ഫ്ലൈറ്റ് മിസ്സായി, പക്ഷെ ലൈഫ് കിട്ടി എന്നാണ് ജീവിത പങ്കാളിയെ കുറിച്ച് സംസാരിച്ച് രംഭ പറഞ്ഞത്.